ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചമുളക് വെച്ചിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചോറിന് കറിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ചോറ് കഴിക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെയുള്ള ഉണ്ടമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അധികം മൂപ്പില്ലാത്ത മുളക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് പച്ചമുളക് 2 സൈസിൽ കിട്ടും. ഒന്ന് തിന്നായിട്ട് നീളത്തിലുള്ള മുളകും, അതുപോലെ കുറച്ച് വണ്ണത്തിലുള്ള ഈ ഒരു ഉണ്ടമുളകും. അപ്പോൾ ഈ ഒരു ഉണ്ടമുളക് തന്നെ വേണം കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് ഞാനിവിടെ ഒരു 2-3 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ജീരകമൊന്നും കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ജീരകത്തിന് നമ്മൾ ഈ ഒരു ചെറിയ ജീരകമൊക്കെ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട ജീരകത്തിൻ്റെ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ജാർ അടിച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി അതേ പാൻ തന്നെ ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി നമുക്ക് എത്രയാണോ നമ്മൾ മസാല റെഡിയാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര അളവിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് മസാല എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു കടലപ്പൊടിയുടെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ കടലപ്പൊടിയുടെ പച്ചമണക്കം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പെരിഞ്ജീരകവും ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടുള്ള ഒരു പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും അതുപോലെ ഒരു 2 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നും കരിഞ്ഞു പോകാതെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ കടലപ്പൊടിയൊക്കെ ഏകദേശം ഒന്ന് ചൂടായിട്ടുള്ളത് കാരണം ആ ഒരു ചൂടായിട്ടുള്ള പൊടിയിലിട്ടിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പുള്ളോട്ട് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കുക, അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പിന്നീട് കുറച്ചും കൂടെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ തന്നെ വെക്കരുത് കേട്ടോ. ഈ പാനിൽ തന്നെ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും, കാരണം പാന് നന്നായിട്ട് ചൂടായിട്ടിരിക്കില്ല. അപ്പോൾ ചൂടായിട്ടുള്ള പാനിൽ വെക്കാതെ നമ്മളിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഞെട്ടി കളഞ്ഞിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ പച്ചമുളകിനെ ഒന്ന് കീറി കൊടുക്കണം. കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ കുരു നല്ല ഇളയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ നല്ല എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് കുരു ഒഴിവാക്കാതെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇളയ പച്ചമുളക് തന്നെയാണ്, എന്നാലും ഞാൻ കുരു ഒന്ന് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉണ്ടമുളകിൻ്റെ കുരു നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും അതിൻ്റെ കുരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കത്തി കൊണ്ട് ഒന്നിങ്ങനെ വരഞ്ഞ് ഉള്ളിൽ കൊടുത്താൽ തന്നെ ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ പെട്ടെന്ന് ചാടിപ്പോരും കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഉള്ളിൽ കുരുവൊക്കെ മാറ്റി കഴിഞ്ഞാൽ നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിതിന് ഫില്ലിംഗ് ആയിട്ട് ആ ഒരു നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്പൂണിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് മസാല കൊള്ളൂ കേട്ടോ. ഈ ഒരു ഉണ്ടമുളകിൻ്റെ ഉള്ളിൽ കുരും കൂടെ ഒഴിവാക്കിയാൽ നന്നായിട്ട് തന്നെ ഗ്യാപ്പ് ഉണ്ടാവും.
ഇനി നമുക്ക് ബാക്കിയുള്ളതിലേക്കും കൂടെ ഇതുപോലെ മസാല ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ നേരം കഴിക്കാൻ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മസാല ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇനി ഈ ഒരു സമയത്തേക്ക് മാത്രം കഴിക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി മസാല നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ എന്തിലേലും ഇട്ട് വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കാം, ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, വെളിച്ചെണ്ണയിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ മുളകുകളും ഇട്ട് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പം മുളകിൻ്റെ ഉൾഭാഗത്തൊന്നും അങ്ങനെ കുക്കായിട്ട് വരില്ല. അപ്പോൾ ഈ ഉണ്ടമുളകിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ടൊരു ഫ്ലഷ് ഉണ്ടാവും ഈ ഒരു ഉണ്ടമുളകിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ ഇത് കുക്കായി കഴിഞ്ഞാൽ. അപ്പോൾ വളരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം വെച്ചിട്ട് തന്നെ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ മുളകിൻ്റെ ഒരു പച്ച കളറൊക്കെ മാറിയിട്ട് ഒരു യെല്ലോ കളറിലായി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതി. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുളകിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുളക് നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിലേക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു മുളകിൻ്റെ ഉള്ളിലുള്ള മസാല ഉണ്ടല്ലോ, ആ മസാലയും മുളകിൻ്റെ ഫ്ലഷൊക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ചോറ് തിന്നുകയാണെങ്കിൽ പിന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് ഇതിൻ്റെ മസാല വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്